റോഡ് സുരക്ഷാ മാസാചരണമാണ് നടക്കുന്നത്. അതില് 2 വാക്ക് നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ട് എന്നോട് ഏൽപ്പിക്കുകയുണ്ടായിരുന്നു. അതനുസരിച്ചിലാണ് ഞാനിത് വരെയുണ്ടായിരുന്നത്. എന്തായാലും നമ്മളെല്ലാവരും വണ്ടി ഓടിക്കുന്നവരാണല്ലേ? വണ്ടി ഓടിക്കുമ്പോൾ വണ്ടി ഓടിക്കില്ല ആയിക്കോട്ടെ. എന്നാലും 100-90% പേരും വണ്ടി ഓടിക്കുന്നവരായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ റോഡ് സുരക്ഷാ നിയമങ്ങളെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് എന്നെ എത്തിക്കുകയുണ്ടായി. എനിക്കിപ്പോൾ എന്തായാലും 2 വീലറിൽ പോകുമ്പോൾ ഹെൽമെറ്റ് ധരിക്കണം നിർബന്ധമാണ് അല്ലേ? ഹെൽമെറ്റ് ധരിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ ഹെൽമെറ്റായിട്ട് വെച്ചാൽ പോയാൽ പോരാ. എന്താ അതിൻ്റെ വള്ളി ഉണ്ടാവും, വള്ളി കറക്റ്റായിട്ട് കാര്യം കൊടുക്കണം എന്നുള്ളതാണ്. അതില്ലാതെ കൊണ്ട് ആർമാരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് വെറുതെ നമുക്ക് ഇതൊരു കാര്യമൊന്നുമില്ല. അവനവൻ്റെ ജീവനാണ് മെയിനായിട്ട് സുരക്ഷയായിട്ട് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഹെൽമെറ്റ് വയ്ക്കുമ്പോൾ ഹെൽമെറ്റിൻ്റെ വള്ളി കറക്റ്റായിട്ട് വലിച്ചിരിക്കണം എന്നാ പറയുക. പിന്നെ 2 പേര് കൊണ്ട് 2 പേർക്കും ഹെൽമെറ്റ് ഉണ്ടായിരിക്കണം നിർബന്ധം. ഇത് ഒരാൾക്ക് മാത്രം മുടിച്ചിട്ട് കാര്യമില്ല. അതാണ്. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ വേറെ മൊബൈൽ ഫോൺ വിളിച്ചിട്ടാ ചിലർ വണ്ടി ഓടിക്കുക. മൊബൈൽ ഫോൺ വിളിച്ചിട്ട് വണ്ടി ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ വെച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. അത് തെറ്റ് തന്നെയാണ്. കാരണം നമ്മുടെ ശ്രദ്ധ വേറെ അടുത്തേക്കും പോകുന്നത്. അപ്പൊ നമുക്ക് ശരിക്കും വണ്ടി ഓടിക്കുമ്പോഴുള്ള ശ്രദ്ധ കിട്ടില്ല. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ടാ പറയുന്നത്. അങ്ങനെ അനവധി അപകടങ്ങൾ, ഏത് അപകടത്തിന്റെ പിന്നിൽ നോക്കിയാലും ഒന്നിലോ മൊബൈൽ ഫോൺ ഉണ്ടാകും, നിർബന്ധമാണത്, അറിയാം. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങള്. കാരണം നമ്മൾ വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോ നമ്മളെ വൈകിട്ട് അച്ഛൻ വരുന്ന കാലത്ത് കുട്ടികളുണ്ടാവും, ഇല്ലെങ്കിൽ എന്റെ ഭർത്താവ് വരുന്ന കാലത്ത് ഭാര്യമാരുണ്ടാവും. അപ്പോ ഇവരെയൊക്കെ കണ്ണീരിൽ ആഴ്ത്താവുന്ന കാര്യങ്ങൾ ചെയ്യരുതെന്നാ പറയുന്നത്. അതിനാണ് ഇവിടെ നിയമങ്ങൾ ഓരോന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ആ നിയമങ്ങള് അനുസരിച്ച് പ്രവർത്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ആർക്കും വരുന്നുള്ള. ഇപ്പൊ തന്നെ പേപ്പറൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ. കാരണം ഡെയിലി 14 പേരെങ്കിലും ആഗ്രഹിച്ച് മരിക്കുന്നുണ്ട് റോഡപകടത്തിലുള്ള. ഇത് കേട്ടിട്ടാണ് എനിക്കവിടെ ആകെ വിഷമമായിട്ടാണ് ഞാൻ തന്നെ എന്നിട്ട് വന്ന് പറയാം ആളുകളോട് ഇതിനകത്ത് പറയാനായത്. കാരണം എപ്പോ നോക്കിയാലും എന്ന് നോക്കിയാലും ഇത്രയും പേരുകൾ മരിക്കുക. അപ്പോ ആയതുകൊണ്ട് എന്റെ എല്ലാ സജ്ജനങ്ങളും ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ നിയമങ്ങൾ ഓരോന്നും അംഗീകരിച്ചിട്ട് വേണം. കാരണം ഒരു 50 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ശകലം ഒരു സെക്കൻഡില് 14 മീറ്ററാണ് സഞ്ചരിക്കുന്നത്. മനസ്സിലായോ? 50 കിലോമീറ്റർ സ്പീഡിൽ പോണ ഏത് ശകലമായിക്കോട്ടെ, ഏത് വാഹനമായിക്കോട്ടെ, ഒരു സെക്കൻഡില് 14 മീറ്റർ സഞ്ചരിക്കും. ഈ 14 മീറ്ററിൽ ഒരു അപകടം നമ്മൾ മുമ്പിൽ കണ്ടു കഴിഞ്ഞാൽ 0.3 സെക്കൻഡ് വേണം നമുക്ക് തിരിച്ചറിയാനായിട്ട്. അപ്പോഴേക്കും അപകടം നടന്നിരിക്കുന്നുള്ള ഉറപ്പ് തന്നെയാണ്. അതുകൊണ്ടാണ് വാഹനം ഓടിക്കുമ്പോൾ അതിന്റെ സ്പീഡ് കുറച്ച് മിനിമം കൺട്രോൾഡ് സ്പീഡിലായിരിക്കണം വാഹനം ഓടിക്കേണ്ടതെന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണ് അതിൻ്റെതായ കാര്യങ്ങൾ ഓരോന്നും. പിന്നെ പറയേണ്ടതായുള്ള അനവധി കാര്യങ്ങളുണ്ട്. റോഡ് സീബ്രാലൈൻ ക്രോസ് ചെയ്യുമ്പോ നമ്മള് ആളുകൾക്ക് നടക്കുന്നവർക്കാണ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്. അവര് നടന്നു പോയതിന് ശേഷം